കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക വാർത്തകൾ ചുരുക്കത്തിൽ. ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഡിസംബർ 13-ന് ഓഹരി ഉടമകളുടെ പൊതുയോഗം വിളിച്ചു. മുൻ ചെയർമാൻ സൈറസ് മിസ്ത്രിയെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് പരിഗണിക്കാനാണിത്. ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം എണ്ണ കയറ്റി അയക്കുന്ന രാജ്യമെന്ന സ്ഥാനം സൗദി അറേബ്യയ്ക്ക് നഷ്ടമായി. കഴിഞ്ഞ മാസം പ്രതിദിനം 7,59,700 ബാരൽ എണ്ണ ഇന്ത്യയിലേക്ക് അയച്ച ഇറാനാണ് ഒന്നാം സ്ഥാനം. സൗദി 7,17,000 ബാരലാണ് പ്രതിദിനം അയച്ചത്. ഇറാഖാണ് മൂന്നാമത്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ രാജ്യത്ത് 3.23 കോടി സ്മാർട്ട് ഫോണുകൾ വിറ്റഴിച്ചതായി വിപണി നിരീക്ഷണ ഏജൻസിയായ IDC. മുൻകൊല്ലം ഇതേ കാലത്തേക്കാൾ 11% വർധനയാണിത്. 3 കോടിയിലേറെ സ്മാർട്ട് ഫോണുകൾ വിറ്റഴിഞ്ഞ ആദ്യ പാദമാണിത്. IT കയറ്റുമതി ഇക്കൊല്ലം കഴിഞ്ഞ വർഷത്തേക്കാൾ 8 മുതൽ 10% വർധനയെ നേടുമെന്ന് IT വ്യവസായ സംഘടനയായ നാസ്കോം. 10 മുതൽ 12% വർധനയാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ബ്രെക്സിറ്റ്, US-ലെ ഭരണമാറ്റം, കറൻസി ചാഞ്ചാട്ടം എന്നിവയാണ് ITക്ക് തിരിച്ചടിയാകുന്നത്. ഭക്ഷ്യസാധനങ്ങളുടെ വില കുറഞ്ഞതോടെ മൊത്തവില സൂചികയും ചില്ലറ വില സൂചികയും താഴ്ന്നു. ചില്ലറ വില അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം ഒക്ടോബറിൽ 4.2%, മൊത്തവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം 3.39%. ഹ്യുണ്ടായുടെ SUV ട്യൂസോൺ വിപണിയിൽ 18.99 ലക്ഷം രൂപ മുതലാണ് വില. മണി ന്യൂസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. വിലാസം moneynews@mbnews.in. മണി ന്യൂസിൻ്റെ പഴയ എപ്പിസോഡുകൾ കാണാൻ സന്ദർശിക്കുക www.മാതൃഭൂമിnews.in. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം കാണാം. നമസ്കാരം.